ഒരു എഞ്ചിനും ഒരു ബോഗിയുമുള്ള ഒരു ട്രെയിൻ വന്നു. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അതായത് വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന് വരുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൽ AC കോച്ചിൽ നിന്നും ആ ട്രെയിൻ വന്നു നിന്നു. അതിൽ നിന്നും ആ AC കോച്ചിൽ നിന്നും ഒരു ശബ്ദം അത് കേട്ടു. ദേവ് എന്നാണ്. ദേവ് താൻ അവിടെ ഉണ്ടോ? യെസ് കമിൻ. അയാൾ ക്യാബിനിലേക്ക് വിളിച്ചു. അകത്ത് ചെന്നു. കുറെ നേരം പൊട്ടിച്ചിരിയും അങ്ങനെ വളരെ രസകരമായിട്ട് തമാശ കുറച്ചൊക്കെയായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ അങ്ങനെ പോയി. അതിനുശേഷം ആ വ്യക്തി വാതിൽക്കൽ വന്നിട്ട് ഇയാൾക്ക് യാത്ര പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇതേപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ട്, പക്ഷേ ഇതേപോലെ ഞാൻ ഒരു ദിവസം വരും, താൻ അന്ന് പൂർണ്ണമായിട്ട് എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം എന്നും പറഞ്ഞു ടാറ്റ കാണിച്ചു പോവുകയാണ്. അപ്പൊ ആ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പം മറ്റുള്ള ആളുകൾ സൂപ്പർവൈസറോട് പറഞ്ഞു, വലിയ നമ്മളൊക്കെ പറഞ്ഞല്ലോ ഉടലാണല്ലോ പിടിപാട്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അതിൽ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആ വ്യക്തി അമേരിക്കൻ റെയിൽ റൂട്ട്സിന്റെ ചെയർമാൻ അല്ലേ? അന്ന് ജിം മർഫിയാണ് അമേരിക്കൻ റെയിൽ റൂട്ട്സിന്റെ ചെയർമാൻ. എന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ പറയുന്ന റെയിൽവേ മിനിസ്റ്റർ പോലെ അമേരിക്കയിലെ റെയിൽവേയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അതിന്റെ ചെയർമാനാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അതെ, ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അതിന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, ജിം മർഫിയാണ് ആ ട്രെയിനിൽ പോയത്, അദ്ദേഹം അമേരിക്കൻ റെയിൽ റൂട്ട്സിന്റെ ചെയർമാനാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ദിവസം ഒരേ സ്ഥലത്ത് ഒരേ ജോലിയിൽ ഒരേ ശമ്പളത്തിന് വേണ്ടി ജോയിൻ ചെയ്ത ആളുകളാണ്. എന്തായിരുന്നു? ഒരേ ദിവസം ഒരേ സമയം ഒരേ ശമ്പളത്തിന് ജോലിക്ക് ജോയിൻ ചെയ്ത ആളുകളാണ്. അതിൽ ഒരു വ്യക്തി എന്തായി? സൂപ്പർവൈസറായി. വേറൊരു വ്യക്തി അമേരിക്കൻ റെയിൽ റൂട്ട്സിന്റെ ചെയർമാൻ. എന്താ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ അയാൾ വീട്ടിലെ പോകണ്ട, കാലത്ത് മുതൽ അതിനല്ലേ ഹാർഡ് വർക്ക് എന്ന് പറയാം. എന്തായാലും ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക്, രണ്ട് ഞാനും കേട്ടിട്ടുണ്ട്. സ്മാർട്ട് വർക്ക് എന്താ? സ്മാർട്ട് വർക്ക് ഒരു വ്യക്തി ചിന്തിച്ചു, ഞാൻ ഈ ജോലി ചെയ്താൽ എനിക്കെന്ത് കിട്ടും? ഒരു വ്യക്തി ചിന്തിച്ചെന്താ? ഞാൻ ഈ ജോലി ചെയ്താൽ എനിക്കെന്ത് കിട്ടും? അങ്ങനെ ഒരു വ്യക്തി ചിന്തിച്ചു. വേറൊരു വ്യക്തി ചിന്തിച്ചത്, എനിക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും?